നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പോരാട്ടങ്ങളും പുരോഗമന രാഷ്ട്രീയ ചേരിയും കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങളോടൊപ്പം മലയാളി പ്രവാസികൾ ഇങ്ങോട്ടയച്ച പണവുമാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനമായി നമ്മുടെ മുന്നിലുള്ളതെന്ന് കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി KV അബ്ദുൽ ഖാദർ CPIM ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എവിടെ മനുഷ്യരുണ്ടോ അവിടെ മലയാളികളുമുണ്ട്. അത് കേവലം ഒരു പ്രയോഗം മാത്രമല്ല. ലോകത്തിലെ 125 രാജ്യങ്ങളിലും മലയാളികളുണ്ട്. മലയാളികളുടെ പ്രവാസം കേവലം കുടുംബങ്ങളുടെ അതിജീവനം മാത്രമല്ല, അവർ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് ഈ നാട്ടിലെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം. അറബ് രാജ്യങ്ങളിൽ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം ഏറിയിട്ടുണ്ട്. മലയാളികൾ നമ്മുടെ നാടിൻ്റെ ഭാഗത്തെയും നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച് ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാകുന്നു. 1960കളിലാണ് ഗൾഫ് പ്രവാസം ശക്തമാകുന്നത്. അതിനു മുമ്പ് സിലോണിലും മലേഷ്യയും സിംഗപ്പൂരും ബർമയുമൊക്കെ മലയാളികളുടെ സ്വപ്ന ഭൂമിയായിരുന്നുവെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന പോരാട്ടങ്ങളും പുരോഗമന രാഷ്ട്രീയ ചേരിയും ഈ സംസ്ഥാനത്തുണ്ടാക്കിയ മാറ്റങ്ങളോടൊപ്പം മലയാളി പ്രവാസികൾ ഇങ്ങോട്ടയച്ച പണവുമാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനമായി നമ്മുടെ മുന്നിലുള്ളത്. സാധാരണ പറയാനുള്ള ഒരു പ്രയോഗമുണ്ട്, എവിടെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം മലയാളികളുണ്ട്. അത് കേവലം ഒരു പ്രയോഗം മാത്രമല്ല. ലോകത്തെ 125 രാജ്യങ്ങളിൽ ഇന്ന് മലയാളികളുണ്ട്. മലയാളികളുടെ പ്രവാസം അത് കേവലം അവരുടെ കുടുംബങ്ങളുടെ അതിജീവനത്തിന് മാത്രമായിട്ടുള്ള ഒന്നല്ല. അവർ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് ഈ നാടിന്റെ എല്ലാ മേഖലയുടെയും പുരോഗതിയുടെ അടിസ്ഥാനം. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, ഇന്ന് ആഫ്രിക്കയിലെ വിവിധ നാടുകളിലും മലയാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ സക്കറിയ എന്ന മലയാളത്തിലെ പ്രിയങ്കരനായ കഥാകാരൻ അദ്ദേഹം ആഫ്രിക്കൻ പര്യടനത്തെ കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ സഹാറ മരുഭൂമിയുടെ ഓരത്തു കൂടി അദ്ദേഹം നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് വിളിച്ചു സക്കറിയ. അദ്ദേഹം തിരിഞ്ഞു നോക്കി. മലയാളിയാണ്, പാലക്കാട്ടുകാരനാണ്. അദ്ദേഹത്തിന് അത്ഭുതം. മലയാളി ഒരിക്കലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ആഫ്രിക്കയുടെ സഹാറ മരുഭൂമിയുടെ ഓരത്ത് മലയാളി. ഇപ്പൊ നോക്കുമ്പോൾ ഒരാളല്ല, നിരവധി പേർ അവിടെ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. മലയാളികൾ അത്തരത്തിൽ നമ്മുടെ നാടിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച് നാടിന്റെ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. ഇപ്പൊ നമുക്കെല്ലാം അറിയുന്നത് പോലെ 1960കളിലും 70കളിലുമാണ് ഗൾഫ് പ്രവാസം ശക്തി പ്രാപിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് സിലോണും മലേഷ്യയും സിംഗപ്പൂരും ബർമയും ഒക്കെ മലയാളികളുടെ സ്വപ്നഭൂമിയായിരുന്നു. താനൂർ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി VK അബ്ദുൾ റൌഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ P. ലില്ലിസ് മുഖ്യപ്രഭാഷണം നടത്തി. PM ജാബിർ, നന്ദിനി മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VK കൃഷ്ണദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അഷ്കർ കോറോട് സ്വാഗതവും നൌഷാദ് താനൂർ നന്ദിയും പറഞ്ഞു. ബാലസംഘം പോത്തന്നൂർ യൂണിറ്റ് കമ്മിറ്റി നിർമ്മിച്ച് ജാഫർ കുറ്റിപ്പുറം സംവിധാനം ചെയ്ത പഞ്ചാരമിഠായി, ഉണ്ണികൃഷ്ണൻ യവനിക സംവിധാനം ചെയ്ത ഇതിലെ ഏകനായി എന്നീ സിനിമകളുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.